വിച്ചു നേരെ പോയത് അനുവിൻ്റെ റൂമിലേക്കായിരുന്നു. അപ്പോഴുണ്ട് പെണ്ണ് എന്തൊക്കെയോ പിറുപിറുത്ത് ദേഷ്യത്തിലിരിക്കുന്നു. അല്ല, ആരിത്? ജാൻസി റാണിയോ? അവൻ കളിയാക്കിക്കൊണ്ട് ചോദിച്ചു. അത് കേട്ട് അനു തല ഉയർത്തി നോക്കി. വിച്ചുവിനെ കണ്ടതും അനുവിൻ്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്ന് തുടുത്തു. ഡോ, എന്താടോ തൻ്റെ വിചാരം? ഞാൻ എന്താ തൻ്റെ കളിപ്പാവയോ? എപ്പോഴും എന്നെ ഇങ്ങനെ ചൊറിയാൻ വരുന്നു? അനു കലിപ്പിൽ വിച്ചുവിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു. ഓ, അങ്ങനെയൊന്നുമില്ലേ, നമ്മളൊരു സത്യം പറഞ്ഞതാണേ. അവൻ അവളുടെ മുഖത്തേക്ക് നോക്കിയില്ല. ഡോ, തന്നെ ഞാൻ. അതും പറഞ്ഞാനും അവൻ്റെ മുഖത്തേക്ക് വിരൽ ചൂണ്ടിയതും അവളുടെ കയ്യിൽ പിടിച്ചു തിരിച്ച് അവനിലേക്ക് ചേർത്തു നിർത്തി. നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിന്റെ മൂത്തതാണ്, ബഹുമാനിക്കണമെന്ന്. നിനക്ക് തീരെ അനുസരണശീലമില്ല അല്ലേ? അത് ഞാൻ മാറ്റിത്തരാം. അതും പറഞ്ഞ് ഒന്നുകൂടെ അവനിലേക്ക് അടുപ്പിച്ചു നിർത്തി. എന്നെ വിടടോ, താൻ എന്തായി കാണിക്കുന്നത്? ഞാനിപ്പോൾ എൻ്റെ ഏട്ടനെ വിളിക്കും, മാറടോ അങ്ങോട്ട്. അതും പറഞ്ഞ് അനു കുറെ കുതറാൻ ശ്രമിക്കുന്നുണ്ട്. എവിടെ? വിച്ചു എന്ന് അനങ്ങുന്നത് പോലുമില്ല. ഓ, നിന്റെ ഏട്ടൻ വന്ന എന്നെ അങ്ങ് മൂക്കിൽ വലിച്ചു കയറ്റും, ഒന്ന് പോയടി. അവളുടെ ഒരു ഏട്ടൻ, അവൻ പുച്ഛത്തോടെ പറഞ്ഞു. എന്നെ എന്തിനാ തൊടുന്നത്? ഞാൻ തൻ്റെ ആരാടോ എന്നെ ഇങ്ങനെ പിടിച്ചു വെക്കാൻ? തനിക്ക് നാണമില്ലേ ഒരു അന്യ പെണ്ണിനെ ഇങ്ങനെ പിടിക്കാനും ഉമ്മ വയ്ക്കാനുമൊക്കെ? അവൾ അന്ന് ഉമ്മ വെച്ചതിൻ്റെ ദേഷ്യം ഇപ്പോഴാണ് തീർക്കുന്നത്. അത് കേട്ടതും വിച്ചു അവളുടെ മുഖം പിടിച്ചുയർത്തി അവളുടെ കണ്ണിലേക്ക് ഉറ്റുനോക്കി. എന്താടി നീ ഇപ്പൊ പറഞ്ഞത്? നിനക്ക് ഇത്രയുമായിട്ട് മനസ്സിലായില്ലേ ഞാൻ നിന്റെ ആരാണെന്ന്? മനസ്സിലായില്ലേന്ന്? വിച്ചു നുരഞ്ഞു പൊന്തിയ ദേഷ്യം കടിച്ചമർത്തിക്കൊണ്ട് അമർഷത്തോട് ചോദിച്ചു. എനിക്കറിയില്ല, താൻ എന്തെങ്കിലും എന്നോട് പറഞ്ഞിട്ടുണ്ടോ അതിന്? അവളും വിട്ടുകൊടുക്കാതെ പറഞ്ഞു. ഓ, അങ്ങനെയാണോ? എന്ന പൊന്നുമോൾ ഒന്നുകൂടെ അനുഭവിച്ചറിഞ്ഞു. അതും പറഞ്ഞ് അവൻ അവരുടെ അതിരങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങി. അനുവിൻ്റെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു. അവളുടെ അതിരങ്ങളിനിടയിലൂടെ അവൻ്റെ അതിരങ്ങളെ അവളും പുളർന്നു. അവൻ പതിയെ അത്രലോലമായി അതിനെ നുകർന്നെടുത്തു. അവളുടെ കരങ്ങൾ അവൻ്റെ ഷർട്ടിൽ അമർന്നു. ഏതോ ബോധത്തിൽ അവനെ പിടിച്ചു തള്ളാൻ ശ്രമിച്ച അവളെ അവൻ തന്നോട് ചേർത്തു നിർത്തി. അവളുടെ പിടച്ചിലുകൾക്കിടയിലും അവൻ്റെ അതിരങ്ങൾ അവൻ കൂടുതൽ രുചിച്ചറിഞ്ഞു. അവളുടെ ശ്രമങ്ങളെല്ലാം വിഫലമായി പോയിരുന്നു. അവൻ കൂടുതൽ ആവേശത്തോടെ അവളെ ചുംബിച്ചുണർത്തി. അവൾ തളർന്നു തുടങ്ങിയിരുന്നു. കണ്ണുകൾ നിറഞ്ഞു വന്നു. വിച്ചുവാണെങ്കിൽ അവളുടെ അതിരങ്ങളുടെ മാധവം ആസ്വദിച്ച് നുണഞ്ഞുകൊണ്ടിരിക്കുവാണ്. വല്ലാത്തൊരു അനുഭൂതി അവളിൽ നിറഞ്ഞു. അനുവിന് അവൻ്റെ പ്രവൃത്തിയിൽ വല്ലാത്തൊരു ദേഷ്യവും സങ്കടവുമാണ് തോന്നിയത്. ഇതുവരെ തന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടില്ല. അത് പറയാതെയാണ് ചുംബിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവൾക്ക് ആ ചുംബനം ആസ്വദിക്കാൻ കഴിഞ്ഞില്ല. അവളുടെ കൈ അവൻ്റെ പുറത്തടിച്ചുകൊണ്ടിരുന്നു. പക്ഷേ അതൊന്നും വിച്ചുവിൻ്റെ ചുംബനത്തിന് തടസ്സമായില്ല എന്നതാണ് സത്യം. അവൻ പൂവിൽ നിന്ന് തേൻ കുടിക്കുന്ന വണ്ടിനെ പോലെ പറന്ന് ആസ്വദിച്ച് നുണഞ്ഞെടുത്തു. കീഴ്ചുണ്ടിൽ നിന്ന് മേൽചുണ്ടിലേക്ക് അവൻ്റെ ചുംബനം തെന്നി മാറി. ആ നിമിഷം തന്നെ അനുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയിരുന്നു. അവളുടെ കൈകൾ അവനിൽ നിന്ന് അഴിഞ്ഞു തുടങ്ങി. എന്നാൽ ഇതൊന്നും അറിയാതെ വിച്ചു അവളിൽ മതിമറന്ന് ചുംബിച്ചുകൊണ്ടിരുന്നു. അവൻ്റെ കൈയിൻ്റെ സ്ഥാനം അരക്കെട്ടിൽ അമർന്നു. അവളൊന്ന് പൊള്ളി പിടഞ്ഞുപോയി. മേൽചുണ്ടും കീഴ്ചുണ്ടും അവൻ ഒരുമിച്ച് വായിലാക്കി. ദേഷ്യത്തിൽ തുടങ്ങിയ ചുംബനമാണെങ്കിൽ ഇപ്പോൾ ഒത്തിരി പ്രണയത്തോടെ അതിലെ തേൻ അവൻ രുചിച്ചുകൊണ്ടിരിക്കുവാണ്. ചുംബനത്തിൻ്റെ ഇടയിൽ ഉപ്പിൻ്റെ രുചി അറിഞ്ഞ് മനസ്സില്ലാ മനസ്സോടെ വിച്ചു അവളുടെ അതിരത്തെ കടിച്ചു വിട്ടു. അപ്പോഴാണ് വിച്ചു അനുവിൻ്റെ മുഖത്തേക്ക് നോക്കിയത്. കണ്ണൊക്കെ ചുവന്ന് കലങ്ങി ആകെ കരഞ്ഞു നിൽക്കുവാണ് പെണ്ണ്. ഈ അതിരങ്ങളിൽ നിന്ന് മോചനം ലഭിക്കുമ്പോഴും കാലുകൾ കുഴയുന്നത് പോലെ തോന്നി അവൾക്ക്. തളർന്നു പോയി അവളെ അവൻ നെഞ്ചോട് ചേർത്തു നിർത്തി. നിമിഷങ്ങൾ ഇഴഞ്ഞു നീങ്ങി. ശ്വാസമെടുക്കാൻ പ്രയാസപ്പെടുന്നവളുടെ പുറത്തവൻ തടവിക്കൊടുത്തു. അവളെ അവനിൽ നിന്ന് അടർത്തി മാറ്റി. അവൻ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പിയിരുന്നു. വലം കൈയാൽ അവനത് അമർത്തി തുടച്ചു. അവളുടെ കണ്ണുനീരെന്തിനാണെന്ന് അവൻക്ക് മനസ്സിലായി. താൻ എന്താണ് ചെയ്തതെന്ന് ബോധം വന്നു. അവൻ തലയിൽ കൈവച്ച് അവളെ ഒന്നുകൂടെ നോക്കി. അപ്പോഴും അവൾ അങ്ങനെ തന്നെ സ്റ്റെക്കായി നിൽക്കുവാണ്. അവനിൽ കുറ്റബോധം നിറഞ്ഞു. തൻ്റെ പ്രണയം പറയാതെയാണല്ലോ എന്നത് അവനെയും വേദനിപ്പിച്ചു.
അവളുടെ കണ്ണിൽ താൻ കണ്ടിട്ടുണ്ട് എന്നോടുള്ള പ്രണയം പലപ്പോഴായി. ആരും കാണാതെ പ്രണയത്തോടെ എന്നെ തേടി വരുന്ന അവളുടെ കണ്ണുകളെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ആ ഒരു ധൈര്യത്തിൽ പെണ്ണിനെ ഒറ്റയ്ക്ക് കിട്ടിയപ്പോൾ ചെയ്തതായിരുന്നു. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, പെണ്ണിനെ ഒന്ന് സോപ്പിടാം. അതുമോർത്ത് അവളുടെ കണ്ണിലേക്ക് നോക്കി. അപ്പോഴും കണ്ണുനീരൊഴുകുന്നുണ്ട്. അവൻ പിന്നൊന്നും നോക്കിയില്ല, അവളെ അങ്ങ് കെട്ടിപ്പിടിച്ചു. അനു അങ്ങനെ ഒരു നീക്കം അവനിൽ നിന്ന് പ്രതീക്ഷിക്കാത്തത് കൊണ്ടൊന്ന് ഞെട്ടിപ്പോയി. പ്രിയ, എന്തിനാ പെണ്ണെ നീ ഇങ്ങനെ കരയുന്നത്? നിനക്കറിയില്ലേ എനിക്ക് നിന്നോടുള്ള പ്രണയം? അത് ഞാൻ പറഞ്ഞില്ലെങ്കിലും എൻ്റെ കണ്ണിൽ നിന്ന് നീ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ലേ? പിന്നെ എന്തിനാടി ഞാനൊന്ന് ഉമ്മ വെച്ചതിന് നീ ഇങ്ങനെ കരയുന്നത്? നീ ഒന്ന് കരച്ചിൽ നിർത്ത് പ്ലീസ്. നീ എൻ്റെ ആ പെണ്ണെ, എൻ്റെ മാത്രം. വിച്ചു ഒറ്റ ശ്വാസത്തിൽ തന്നെ ഒത്തിരി പ്രണയത്തോടെ അവളെ കെട്ടിപ്പിടിച്ചു പറഞ്ഞു. എന്നാൽ അനുവാണെങ്കിൽ ആകെ മരവിച്ച് നിൽക്കുവാണ്. അവൻ്റെ വിളിയിൽ ഇതുവരെ അവളെ ചൊറിയുന്ന പേരുകൾ മാത്രം വിളിച്ചിട്ടുള്ള ആളിപ്പോൾ പെട്ടെന്ന് ഇതുവരെ ആരും വിളിക്കാത്ത പേര് വിളിച്ചിരിക്കുന്നു. എന്നിട്ട് ഇതുവരെ തുറന്ന് പറയാതെ ഉള്ളിൽ ഒളിപ്പിച്ച പ്രണയം തുറന്ന് പറഞ്ഞിരിക്കുന്നു. അവളിൽ സന്തോഷം നിറഞ്ഞു തുടങ്ങി. അതിന് കാരണം വിച്ചുവിനോട് എന്ന് തൊട്ടാണെന്നറിയില്ല, അവൾക്കും പ്രണയം തോന്നിയിരുന്നു. വേറെ ആരോടും തോന്നാത്ത ഒരടുപ്പം. സ്കൂളിലും കോളേജിലും ഒരുപാട് പേര് പ്രപ്പോസ് ചെയ്തിട്ടുണ്ടെങ്കിലും അവരോടൊന്നും ഇഷ്ടം തോന്നാത്തത് വിച്ചു തൻ്റെ മനസ്സിൽ വളരെ പണ്ട് തന്നെ കയറിക്കൂടിയത് കൊണ്ടാണെന്ന് അവൾ പലപ്പോഴും മനസ്സിലാക്കിയിരുന്നു. പിന്നെ ആ കുടുംബത്തിനോടുള്ള ഏട്ടൻ്റെ അകൽച്ച, അത് മാത്രമായിരുന്നു ഒരു തടസ്സം. പക്ഷേ ഏട്ടൻ ചേച്ചിയെ വിവാഹം കഴിച്ചപ്പോൾ താനായിരുന്നു ആ നിമിഷം ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത്. കാരണം ഇനി എപ്പോഴും വിച്ചുവേട്ടനെ കാണാലോ എന്നോർത്ത്. പക്ഷെ അപ്പോഴും ഒരു പേടിയുണ്ടായിരുന്നു, തന്നോട് തിരിച്ച് പ്രണയമുണ്ടാകുമോ അതോ വേറെ ആരോടെങ്കിലും ഉണ്ടാകുമോ എന്ന്. പക്ഷേ ഇപ്പോൾ താൻ ആഗ്രഹിച്ചതാണ് നടന്നത്. പക്ഷെ അപ്പോഴും അവളെ ചുംബിച്ചതിന് കുറച്ച് ദേഷ്യം അവനോടുണ്ടായിരുന്നു. വിച്ചു അവളൊന്നും പറയാത്തത് കൊണ്ട് അവളിൽ നിന്ന് അകന്ന് മാറി കണ്ണിലേക്ക് നോക്കി. ഇപ്പൊ കരയുന്നില്ല എന്നത് അവനിൽ ആശ്വാസം തന്നെ ഉണ്ടാക്കി. എന്നാലും പെണ്ണെങ്ങനെ പ്രതികരിക്കുമെന്നത് ചെറിയൊരു ഭയമുണ്ടായിരുന്നു. കാരണം ബുദ്ധിയില്ലാത്ത കുട്ടിയല്ലേ, അപ്പൊ എന്തും പ്രതീക്ഷിക്കാം. അനു അപ്പോഴും നടന്നത് സ്വപ്നമാണോ സത്യമാണോ എന്നറിയാത്തൊരവസ്ഥയിലായിരുന്നു. വിച്ചു പിന്നൊന്നും നോക്കിയില്ല. അവളുടെ കവളിൽ അമർത്തി കടിച്ചുകൊണ്ടൊരു ഓട്ടമായിരുന്നു. ആ കളി അനുവിനെ നന്നായിട്ട് വേദനിച്ചു. ഡോ കാട, തനിക്ക് ഞാൻ തരാടോ. അതും പറഞ്ഞ് ഡോർ ചേർത്തടച്ച് ബെഡിൽ വന്ന് കിടന്നു. കുറച്ചു മുന്നേ നടന്ന കാര്യങ്ങൾ ഓർത്തു. ആ നിമിഷം അവളുടെ ചുണ്ടിൽ ചെറിയൊരു പുഞ്ചിരി ഉണ്ടായിരുന്നു. വിച്ചു നേരെ അടുക്കളയിലേക്കാണ് പോയത്. അവിടെ ചെന്നപ്പോഴുണ്ട് ഡ്രസ്സിലെ വെള്ളം തുടയ്ക്കുന്ന ആമയെയാണ് അവൻ കണ്ടത്. എന്തു പറ്റി മോളെ? വിച്ചു കാര്യം അറിയാനായി ചോദിച്ചു. അവന്റെ സൗണ്ട് കേട്ട് അവൻ ഞെട്ടലോടെ തല ഉയർത്തി നോക്കി. ഏട്ടനാണെന്ന് മനസ്സിലായതും അവളിൽ ആശ്വാസം നിറഞ്ഞു. അത് ഏട്ടാ, ഒന്നുമില്ല, കുറച്ച് വെള്ളമായി. ഏട്ടനിരിക്ക്, ഞാൻ ജ്യൂസ് അടിക്കട്ടെ. അതും പറഞ്ഞ ആമി പെട്ടെന്ന് ജ്യൂസ് അടിക്കാൻ മാങ്ങയെടുത്തു. ഏയ് വേണ്ട മോളെ, ഏട്ടന് തണുത്ത വെള്ളം മതി. ഇപ്പൊ ഏട്ടന് ഇതാണ് ബെസ്റ്റ്. കാരണം അത്രയ്ക്ക് ചൂടായി നിൽക്കുക എൻ്റെ ശരീരം. അത് പറഞ്ഞ് വെച്ച് ഫ്രിഡ്ജിൽ നിന്ന് ബോട്ടിലെടുത്ത് കുടിച്ചു. ആമി അവനെ തന്നെ നോക്കി നിന്നു. വെള്ളം കുടിച്ച് ആമിയുടെ തോളിൽ കൈയിട്ട ഹാളിലേക്ക് വന്നു. മോളെ, ഏട്ടൻ പോയിട്ട് വരാം. കാറെടുക്കാൻ വന്നതാ ഞാൻ. അമ്മ വീട്ടിൽ കാത്തിരിക്കുന്നുണ്ടാവും. അമ്മായി എവിടെ? അമ്മ മുത്തശ്ശിയുടെ റൂമിലായിരിക്കും. ഓ ആണോ? എന്നാൽ എല്ലാവരോടും മോള് പറഞ്ഞാൽ മതി. ഞാൻ ഇറങ്ങട്ടെ. അളിയനോട് പറയണേ. അതും പറഞ്ഞു വെച്ച് പുറത്തേക്ക് ഇറങ്ങി. അല്ല മോളെ, എവിടെ നിന്റെ ശത്രുക്കൾ രണ്ടുപേരും? രാവിലെ വന്നപ്പോൾ കണ്ടു, ഇപ്പൊ ഇതുവരെ ആയിട്ടും തള്ളനെയും മോളെയും കണ്ടില്ലല്ലോ. അതേട്ടാ, അവർ ഭക്ഷണം കഴിക്കാനും അഗ്നിയേട്ടനില്ലാത്ത നേരത്തെ തന്നെ എന്തെങ്കിലും പറയാനും മാത്രമേ അവരെ കാണത്തുള്ളൂ. അവർ പറയുന്നത് കേട്ടേ മോള് വിഷമിക്കേണ്ട, അവരെ നമുക്ക് പെട്ടെന്ന് പുറത്താക്കാം. അത് കേട്ട ആമിയൊന്ന് ചിരിച്ചു. അയ്യോ, മോൻ പോവാണോ? ഭക്ഷണം കഴിച്ചിട്ട് പോയാ പോരെ? അങ്ങോട്ടേക്ക് വന്ന് ശാലിനി പറഞ്ഞു. അല്ലമ്മായി, ഞാൻ പോട്ടെ, അമ്മ കാത്തിരിക്കുന്നുണ്ടാവും. എന്ന ചെല്ലു മോനെ. അങ്ങനെ വെച്ച് പോകുന്നത് നോക്കി ആമിയും ശാലിനിയും ഉമ്മറത്ത് നിന്നു.
അപ്പോഴും ആമിയുടെ മനസ്സിൽ അഗ്നി റൂമിലേക്ക് ചെല്ലാൻ പറഞ്ഞത് മാത്രമായിരുന്നു. പക്ഷെ അവൾക്ക് പോവാൻ തോന്നിയില്ല. ഇനിയിപ്പോൾ ചെന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെ കിടക്കാൻ ചെല്ലുമ്പോൾ അവൻ പ്രതികരിക്കുമെന്ന് അവൾക്ക് ഓർക്കാൻ പോലും കഴിയുന്നുണ്ടായിരുന്നില്ല. മോളെ, സ്വപ്നം കണ്ട് നിൽക്കുന്ന ആമയുടെ തോളിൽ തട്ടി അമ്മ വിളിച്ചതും അവൾ ഞെട്ടിപ്പോയി. എന്താ അമ്മേ? അവൾ ഞെട്ടലോടെ തന്നെ ചോദിച്ചു. അയ്യോ, എന്തിനാ മോളിങ്ങനെ പേടിക്കുന്നത്? അകത്തേക്ക് കയറാതെ സ്വപ്നം കണ്ട് നിൽക്കുന്നത് കണ്ടേ അമ്മ വിളിച്ചതാ. വാ, ഈ സമയത്ത് ഇവിടെ നിൽക്കണ്ട, അകത്തേക്ക് പോവാം. അതിനവളൊന്ന് മൂളിക്കൊണ്ട് അമ്മയുടെ പുറകെ നടന്നു. അവൻ എവിടെ മോളെ? ഏട്ടൻ റൂമിലേക്ക് പോയി അമ്മേ. അവൾ എങ്ങനെയൊക്കെയോ പറഞ്ഞു. അവൻ വന്നിട്ട് നമുക്ക് ഫുഡ് കഴിക്കാം. അതും പറഞ്ഞ് അമ്മയും റൂമിലേക്ക് പോയി. ആമി എന്ത് ചെയ്യണമെന്നറിയാതെ അവിടെ അങ്ങനെ ഒരു നിമിഷം നിന്നുപോയി. എൻ്റെ ഈശ്വര, ഇത്രയും സമയമായിട്ടും ചെല്ലാഞ്ഞിട്ട് അങ്ങേരെ കട്ടക്കലിപ്പിലായിരിക്കും. ഇനി എങ്ങനെ ദേവേട്ടനെ ഫേസ് ചെയ്യുമെന്ന പേടിയിലായിരുന്നു അവൾ. അഗ്നിയാണെങ്കിൽ ഇത്ര സമയമായിട്ടും അവൾ വരാത്തത് കണ്ട് ആകെ ദേഷ്യത്തിൽ നിൽക്കുവാണ്. നിനക്ക് ഞാൻ പറഞ്ഞത് കേൾക്കാൻ വയ്യ അല്ലേ ആമി? ഇതിനുള്ള ശിക്ഷ ഞാൻ തന്നിരിക്കും ആമി. അത് നീ താങ്ങുമോ എന്നറിയില്ല. ഞാൻ പറഞ്ഞതല്ലേ നിന്നോട് എന്നെ ഒന്ന് ശമിപ്പിക്കാൻ വരാൻ. അപ്പോൾ വന്നിരുന്നുവെങ്കിൽ എൻ്റെ ചുംബനത്തിൽ തന്നെ നിന്നോനെ. ഇതിപ്പോ എന്നെ പറ്റിച്ചു അല്ലേ? അവിടെ നിൽക്ക് നീ. അങ്ങനെ ഓരോന്നോർത്ത് അവൻ കുളിച്ച് ഫ്രഷായി ലാപ്പെടുത്ത് മെയിൽ ചെക്ക് ചെയ്തു. അപ്പോഴും അവൻ്റെ ജോലിയെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ട് ആമിയുടെ പുഞ്ചിരിച്ച മുഖവും അവളോടൊത്തുള്ള പ്രണയ നിമിഷങ്ങളും മനസ്സിൽ നിറഞ്ഞു നിന്നു. ഛേ! അവൻ തലകുടഞ്ഞിൽ ആ പഴച്ചു വെച്ച് ഹെഡ് റെസ്റ്റിൽ കണ്ണടച്ച് ചാരിയിരുന്നു. കുറച്ച് സമയങ്ങൾക്ക് ശേഷം ആമി ഹാളിലെ സോഫയിലിരുന്ന് ഫോൺ നോക്കുമായിരുന്നു. മോളെ, അവൻ വന്നില്ലേ ഇത്രയും സമയമായിട്ടും? അങ്ങോട്ടേക്ക് വന്ന അമ്മ ചോദിച്ചു. ഇല്ലമ്മേ, വന്നിട്ടില്ല. എന്ന മോള് പോയി വിളിച്ചു വാ. മുത്തശ്ശിക്ക് മരുന്ന് കുടിക്കാനുണ്ടായിരുന്നു, അതുകൊണ്ട് വേഗം ഫുഡ് കഴിക്കണം. ശരിയമ്മേ. അവൾ ഒരു നിമിഷം അനുവിൻ്റെ റൂമിലേക്ക് നോക്കി. അവളോട് വിളിക്കാൻ പറഞ്ഞാലോ എന്ന് വരെ ചിന്തിച്ചു. അത് വേണ്ട, ഞാൻ പോയി വിളിക്കാത്തതെന്താ എന്നവൾ കുത്തി കുത്തി ചോദിക്കും. അത് പിന്നെ അതിലേറെ പാരയാവും. അതുകൊണ്ട് ഞാൻ പോകുന്നത് തന്നെയാണ് നല്ലത്. എന്തും വരട്ടെ എന്ന് കരുതി അവൾ സ്റ്റെപ്പ് കയറി. അപ്പോഴാണ് ഗീതയും ശ്രുതിയും താഴേക്ക് വരുന്നത്. ആമി അവരെ കണ്ട് തലതാഴ്ത്തി സൈഡിലൂടെ നടന്നു. ഓ, തമ്പുരാട്ടി എങ്ങോട്ടാണാവോ? ശ്രുതി അവളെ നോക്കി പുച്ഛിച്ചുകൊണ്ട് ചോദിച്ചു. പക്ഷെ ആമിയൊന്നും മിണ്ടിയില്ല. അത് കണ്ടവർക്ക് ദേഷ്യം വന്നു. ഡി, നിന്നോടാണ് എൻ്റെ മോള് ചോദിച്ചത്, നിനക്കെന്താ ചെവി കേൾക്കില്ലേ? ഗീത അവളുടെ മുന്നിലേക്ക് കയറി നിന്നുകൊണ്ട് ചോദിച്ചു. എന്നിട്ടും ആമിയൊന്നും മിണ്ടിയില്ല. വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട എന്ന് കരുതിയാണ് അവളൊന്നും മിണ്ടാത്തത്. ഡി, നീ എന്താ ഞങ്ങളെ കളിയാക്കുവാണോ? അത് പറഞ്ഞ് അവൾ അടിക്കാൻ കൈയോങ്ങിയതും ഗീതേ, മുത്തശ്ശിയുടെ ശബ്ദം അവിടെ ഉയർന്നു കേട്ടു. നിനക്കെന്താ ആമിമോളോട് ഇത്രക്ക് ദേഷ്യം? അവൾ അഗ്നിമോനെ വിളിക്കാൻ പോവല്ലേ? നിങ്ങൾ രണ്ടും എന്തിനാ അവൾ എപ്പോഴും വഴക്ക് പറയുന്നത്? മുത്തശ്ശി കലിപ്പിൽ തന്നെ ചോദിച്ചു. അതമ്മേ, നീ എങ്ങോട്ടായെന്ന് ചോദിച്ചിട്ടേ ഉള്ളൂ. അതിനവൾക്കൊന്ന് മറുപടി പറഞ്ഞൂടെ? ഗീതയും ശ്രുതിയും അവളെ കലിപ്പിൽ നോക്കി താഴേക്കിറങ്ങിയോണ്ട് മുത്തശ്ശിയോട് പറഞ്ഞു. ഇനി ഞാനിങ്ങനെ കണ്ടാലുണ്ടല്ലോ. ഒരു വാണിംഗ് പോലെ പറഞ്ഞു മുത്തശ്ശി ടേബിളിലിരുന്നു. അത് കേട്ട് അവർ മുത്തശ്ശിയെ ഒന്ന് പുച്ഛിച്ച് അവരും ഇരുന്നു. ആമി നേരെ റൂമിന്റെ മുന്നിൽ പോയി ഒരു നിമിഷം നിന്നു. ദൈവമേ, എന്നെ കാത്തോളണേ. അതും പറഞ്ഞ് ആഞ്ഞു ശ്വാസം വലിച്ചു വിട്ട് നെഞ്ചിൽ കൈവച്ച് ഉള്ളിലേക്ക് കയറി. അപ്പോഴുണ്ട് ഹെഡ് റെസ്റ്റിൽ ചാരിക്കിടക്കുന്ന അഗ്നിയാണ് കണ്ടത്. തൊട്ടടുത്ത് ലാഭമുണ്ട്. വർക്ക് ചെയ്തിരുന്നു പോയതാണ് എന്ന് അവൾക്ക് മനസ്സിലായി. പിന്നെ പതിയെ ചെന്ന് അവനെ വിളിച്ചു. ദേവേട്ടാ. പക്ഷേ അവൻ എണീറ്റില്ല. ദേവേട്ടാ. വീണ്ടും വിറയിലോടെ വിളിച്ചതും അവൻ പതിയെ കണ്ണു തുറന്നു. ആ നിമിഷം ആമി അറിയാതെ പിന്നിലേക്ക് നിന്നു. അഗ്നിയാണെങ്കിൽ തൻ്റെ മുന്നിൽ നിൽക്കുന്ന ആമിയെ കണ്ട് അവനൊന്ന് കണ്ണടച്ച് തുറന്ന് ബെഡിൽ നിന്ന് എണീറ്റു. അമ്മ ഭക്ഷണം കഴിക്കാൻ വരാൻ പറഞ്ഞു. അവൾ പതിയെ പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും വലിയാൻ നിന്നതും അവൻ്റെ വിളി വന്നതും ഒരുമിച്ചായിരുന്നു. ഡി, നീ എങ്ങോട്ടാ? അവിടെ നിൽക്കടി. പിടിച്ചു കെട്ടിയതുപോലെ ആമിയുടെ കാലുകൾ നിശ്ചലമായി. അഗ്നി ആമിയുടെ മുന്നിൽ വന്ന് കൈകെട്ടി നിന്നുകൊണ്ട് അവളെ തന്നെ അടിമുടി നോക്കി. പെണ്ണ് നന്നായിട്ട് വിറയ്ക്കുന്നുണ്ട്. കൈ രണ്ടും കൂട്ടിപ്പിടിച്ചാണ് നിൽക്കുന്നത്.
മുഖത്തിലൂടെ വിയർപ്പ് കണങ്ങൾ പൊടിഞ്ഞിട്ടുണ്ട്. ഞാൻ നേരത്തെ നനച്ചതുകൊണ്ട് നെഞ്ചിൻ്റെ ഭാഗത്തെ ഡ്രസ്സിൽ നനവിൻ്റെ ചെറിയ പാടുപോലെയുണ്ട്. അപ്പോഴത്തെ ചുംബനത്തിൻ്റെ അടയാളം എന്നോണം കഴുത്തിൽ ചുവപ്പ് പാടുകളുണ്ട്. എല്ലാം കൂടെ പെണ്ണ് മൊത്തത്തിൽ ചുവന്നു നിൽപ്പാണ്. നിന്നോട് ഞാൻ എന്തെങ്കിലും നേരത്തെ പറഞ്ഞിരുന്നോ? അവൻ ദേഷ്യത്തോടെ ചോദിച്ചു. പക്ഷെ അവളൊന്നും പറഞ്ഞില്ല. ഈ പുല്ലേ, നിന്നോടാ ചോദിച്ചത്, പറഞ്ഞിരുന്നോ എന്ന്. അവൻ്റെ അലർച്ച കേട്ടതും ആമി പിടക്കുന്ന മിഴികളോടെ അവനെ തല ഉയർത്തി നോക്കിക്കൊണ്ട് അതേ എന്ന രീതിയിൽ തലയാട്ടി. നിന്റെ വായിലെന്താടി, നാക്കില്ലേ? അഗ്നി അവളുടെ അരക്കെട്ടിലൂടെ കൈയിട്ട് അവനിലേക്ക് ചേർത്തു നിർത്തി. പറ ആമി, നിന്നോട് ഞാൻ എന്തെങ്കിലും നേരത്തെ പറഞ്ഞിരുന്നു? അമർഷത്തോടെയാണെങ്കിലും വീണ്ടും അവൻ ചോദിച്ചു. അതിനവളൊന്ന് മൂളി. നിന്നോട് മൂളാനാണോ പറഞ്ഞത്? വാ തുറന്ന് പറയടി. അവന്റെ അലറൽ കേട്ട് അവൾ പിടച്ചിലോടെ അവന്റെ മുഖത്തേക്ക് നോക്കി. അഗ്നിയുടെ കൈ അവളുടെ അരക്കെട്ടിലൂടെ ഒഴുകി നടന്നു. അതൂടെ ആയതും ഇനിയും ഒന്നും മിണ്ടിയില്ല എങ്കിൽ ചെക്കൻ നല്ല പണി തരുമെന്ന് മനസ്സിലാക്കി അവൾ പറഞ്ഞു. അത് എന്നോട് റൂമിലേക്ക് വരാൻ പറഞ്ഞിരുന്നു. ഓ, അപ്പൊ തമ്പുരാട്ടിക്കറിയാം ഞാൻ വരാൻ പറഞ്ഞു എന്നത്. എന്നിട്ടെന്താ നീ വരാതിരുന്നത്? അത് എനിക്ക് പേടിയായതുകൊണ്ട്. അവൾ കണ്ണടച്ച് പേടിയോടെ പറഞ്ഞു നിർത്തി. ഓഹോ, അപ്പോ നിനക്കെന്നെ പേടിയാണല്ലേ? ഏട്ടാ, രണ്ടുപേരും വരുന്നില്ലേ ഫുഡ് കഴിക്കാൻ? അഗ്നി എന്തോ പറയാൻ വന്നതും പെട്ടെന്നായിരുന്നു അനുവിന്റെ വിളി വന്നത്. മോളെ, ഞങ്ങൾ രണ്ടുപേരും വരാം. അനുവിനോട് മറുപടി പറയുന്ന സമയം നോക്കി ആമി അവനിൽ നിന്നും കുതറി മാറി പുറത്തേക്ക് ഓടിപ്പോയിരുന്നു.